നമസ്കാരം. റിസാല അപ്ഡേറ്റിൻ്റെ അതിർവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് മലയാള ടെലിവിഷൻ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ യുവ മാധ്യമ പ്രവർത്തകനും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവതാരങ്ങളിൽ ഒരാളായ ബാബു രാമേന്ദ്രനാണ്. സ്വാഗതം. ആക്സിഡൻ്റൽ ജേർണലിസ്റ്റ് എന്ന് ഒരിക്കൽ സ്വയം പരിചയപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേമായി എനിക്ക് തോന്നി. എന്താണ് ഈ ആക്സിഡൻ്റൽ ജേർണലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം? ഇപ്പോൾ നമ്മൾ പലരും ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച് വളർന്നു വന്ന ആൾക്കാരുണ്ടാവും. ടി വിയിലുള്ള ജേർണലിസ്റ്റെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാനൊരിക്കലും ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ അധികം ജേർണലിസ്റ്റുകളും നമ്മുടെ മുന്നിലില്ല. ദൂരദർശൻ മാത്രമാണ് എൻ്റെ ചെറുപ്പത്തിൽ ആകെ ഉള്ളത് ടി വി. അപ്പോൾ പിന്നീട് എനിക്കൊരു 10-12 വയസ്സായതിനു ശേഷമാണ് പിന്നീട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം വരുന്നത്. പിന്നീട് ഏഷ്യാൻ ന്യൂസായിട്ട് മാറുന്നത് വീണ്ടും സമയം കഴിഞ്ഞു. എൻ്റെ ഒരു 20കളിലാണ് ഏഷ്യാൻ ന്യൂസൊക്കെ വരുന്നത്. അപ്പോഴൊക്കെയാണ് ശരിക്കും അബണ്ടൻ്റായിട്ട് ഈ അവതാരകരൊക്കെ വരുന്നത്. റിട്ടേൺ ജേർണലിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ മുഖമൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഫാസിനേഷൻ ഉണ്ടായിരുന്നില്ല. ടി വിയിൽ വരുന്ന ആളുകളെ അറിയാമായിരുന്നു, പക്ഷേ അവരൊക്കെ ദൈവതുല്യരായിരുന്നു. നമുക്കതൊന്നും ആവാൻ പറ്റും നമുക്ക് ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ പിന്നെ അന്ന് വാർത്ത വായന മാത്രമല്ലേ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ചർച്ചകളോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസോ ഒന്നുമില്ല. ആരോ എഴുതി കൊടുത്ത വാർത്ത അവർ വായിക്കുന്നു. യു ഷുഡ് ഹാവ് റീഡിങ് സ്കിൽ. അപ്പോൾ അന്ന് ആ ഗണത്തിന് വലിയ ഫാസിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഏഷ്യാൻ ന്യൂസ് വന്നു. ആ കാലത്താണ് മാധ്യമങ്ങളിൽ ചർച്ചകൾ വരുന്നു, മാധ്യമങ്ങളിൽ അന്വേഷണ റിപ്പോർട്ടുകൾ അധികമായിട്ട് വരുന്നു. അപ്പോൾ ഒരു ഫാസിനേഷൻ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ആ ഒരു വിഷ്വൽ എസ്തെറ്റിക്സ് അറിയാവുന്ന ആളുകൾക്ക്, ആ ഒരു ഗ്രാമർ അറിയാവുന്ന ആളുകൾക്ക്, അതിൽ പരിശീലനം കിട്ടിയവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് പരമ്പരാഗതമായിട്ട് ഞാൻ പഠിച്ചു പോയ കൂട്ടത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു ഞാൻ. എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ കാലം. പിന്നീട് ആഫ്രിക്ക, അങ്ങനെ പലയിടത്തും ജോലി ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ ജോലിയിൽ വ്യാപൃതരായിരുന്നു, പക്ഷേ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനിടയിലൊന്നും സാഹിത്യ താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ചെറിയ സാഹിത്യ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. കവിതാ വിവർത്തനങ്ങൾ മലയാളത്തിലേക്കും തിരിച്ച് ഹിന്ദിയിലും കൂടെ ചെയ്യുമായിരുന്നു. ഈ ഒരു ആളുകളായിട്ടുള്ള സമ്പർക്കത്തിന് പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴും ഭാഷയിൽ ഗ്രാഹ്യമുണ്ടെന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ എന്നുള്ള ധാരണയില്ല. ഒരു കാലത്തും ആ കാലത്തൊന്നും ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു 33-34 വയസ്സായപ്പോൾ ഞാൻ ഈ ഓയിൽ ഫീൽഡിലെ ജോലി മതിയാക്കി. ഭയങ്കരമായിട്ട് ബോറടി ആയപ്പോൾ നിർത്തി. തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടൊരു ബിസിനസ് തുടങ്ങി. അത് 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും എനിക്ക് 37 വയസ്സായി. അപ്പോൾ ഈ 37-ാം വയസ്സിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, വീട്ടിലേക്ക് കുറച്ച് പൈസ, 2 കുട്ടികളായി അപ്പോഴേക്കും. അപ്പോൾ വീട്ടിൽ ജോലി ഇല്ലാതെ നിർത്തിയില്ല. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ഏഷ്യൻ ന്യൂസിലൊരു നോൺ ജേർണലിസ്റ്റിക് പൊസിഷൻ ഓപ്പൺ ആയിട്ട് വന്നത്. ജേർണലിസ്റ്റിൻ്റെ പൊസിഷൻ അല്ല. അപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കൽ ജോബാണ്. അപ്പോൾ അതിനൊരു പരിചയം വെച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. പോയി ചെറിയ ശമ്പളം, തുച്ഛമായ ശമ്പളം ജോലി കിട്ടി. ആ ഒരു പിന്നെ ഞാൻ ജീവിക്കുന്നത് ദിവസത്തിൽ 8 മണിക്കൂർ ചിലവിടുന്നത് ജേർണലിസ്റ്റുകൾ കൂടെയാണ്. അപ്പോഴാണ് പുതിയ കാലത്തിൻ്റെ മാധ്യമത്തെ പരിചയപ്പെടുന്നത്. ഇത്രയധികം ജേർണലിസ്റ്റുകളുണ്ട്, അവരെഴുതുന്നു, വെബായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അപ്പുറത്ത് ചാനലുണ്ട്, ചാനലിൽ ഇങ്ങനെ ആൾക്കാർ, അവരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ നോക്കും പുതിയൊരു ലോകമാണ്. അപ്പോൾ ഈ വെബിൽ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ട് അന്വേഷിക്കില്ല. നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനൊരു അവസരം തപ്പിയെടുത്ത് ഞാനത് കിട്ടിയപ്പോൾ അവിടെ എഴുതാൻ ശ്രമിച്ചു. ആ എഴുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും എഴുതി. അങ്ങനെ ഒരുപാട് എഴുതി. അങ്ങനെ കുറേ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ പ്രോഗ്രാമിനുള്ള അവസരം കിട്ടുന്നത്. അത് വെബിലാണ് ആദ്യം തുടങ്ങുന്നത്. അവിടെ ഇഷ്ടംപോലെ സ്പേസ് കിട്ടി. അവിടെ ഈ ടി വിയുടെ തിരക്കുകളില്ലാത്തതുകൊണ്ട് അവിടെ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പയറ്റി തെളിഞ്ഞു. ആ പ്രോഗ്രാം പോപ്പുലർ ആയപ്പോൾ ടി വിയിൽ അവസരം തന്നു. ഞാൻ അങ്ങോട്ട് മാറി. അതിന് ശേഷമാണ് ഈ ഒരു കഴിഞ്ഞ 4 വർഷം ഉള്ള സമയം പോയത്. അപ്പം ഇന്ന് ജനങ്ങൾ അറിയുന്നൊരു ജേർണലിസ്റ്റായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ, ജേർണലിസ്റ്റ് എന്ന് അവരെന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഏഷ്യാനെറ്റ് എനിക്ക് തന്ന അവസരങ്ങളും ഞാനത് മുതലാക്കിയതുമാണ്. അല്ലാതെ ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് പോയി ആയതല്ല. ഞാൻ വേറെ ജോലിയിൽ പോയി ലാൻഡ് ചെയ്ത സമയത്ത് ആക്സിഡൻ്റലി അവിടെ എനിക്ക് അവസരം കിട്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ എല്ലാവരും പറയുന്നത് എനിക്ക് 37-ാം വയസ്സിൽ എനിക്ക് ജേർണലിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങനൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ സമയത്ത് ആവാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അതെ, ഞാൻ ഡൽഹിയിൽ ജേർണലിസം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ആളാണ്. ചെന്ന് വിടുന്നത് ഫിലിം മേക്കിംഗ് കോഴ്സിലാണ്. വലിയ നിരാശയായിരുന്നു. അന്ന് എന്നോട് ഒരു പ്രൊഫസർ പറഞ്ഞത്, ഒരു ഡിഗ്രി എടുത്തിട്ട് ജേർണലിസ്റ്റ് ആകാൻ കഴിയുമെന്ന് വിചാരിക്കരുത്, ഉള്ളിൽ പാഷൻ ഉണ്ടാവുക, ഒരു എത്തിക്കൽ സെൻസ് ഉണ്ടാവുക എന്നാണ്. ബാബു രാമേന്ദ്രൻ പറയുന്നത് തന്നെയാണ്. ഈ TNGയുടെ വളരെ അനിതര സാധാരണമായൊരു അവതരണം മലയാളിക്ക് പരിചയമുണ്ട്. ബാക്കി വന്ന അവതാരകരുടെയൊക്കെ ഒരു പ്രത്യേക ശൈലി തന്നെയായിരുന്നു, ഒരു കൺവെൻഷണൽ ശൈലി. അതേപോലെ TNG ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് വീണ്ടും ഏഷ്യാനെറ്റിൽ തന്നെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത, അതായത് വാർത്തകൾക്കപ്പുറത്തുള്ള പരിപാടികളുടെ ഒരു അവതരണം താങ്കൾ അവതരിപ്പിക്കുന്നത്.
അങ്ങനെ ഒരു പ്രത്യേക ശൈലി വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ, അതല്ല സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഞാനത് പറയുമെന്നാണോ? അങ്ങനെ ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ മുൻധാരണയോ ഒന്നും ഉണ്ടായിരുന്നില്ല. TNGക്ക് ശേഷം ഇഷ്ടംപോലെ പ്രതിഭാതനായിട്ടുള്ള ജേർണലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേ എച്ചിലാണെന്ന് ഞാൻ പറയില്ല. ഇഷ്ടംപോലെ വേറിട്ട ശൈലികൾ, ഇഷ്ടംപോലെ അവതാരകർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ന്യൂസിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മോഡുലേഷൻ പലരിലും ഒരുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായിരിക്കും നിങ്ങൾ ഒരുപോലെ അവതരണം എന്ന് പറയുന്നത്. അത് പക്ഷേ സാങ്കേതികത്വമാണ്. നിങ്ങൾക്കത് വായിക്കണമെങ്കിൽ അങ്ങനെ മോഡുലേറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടെക്നോളജിക്കലി കാരണമാണത്. അല്ലാതെ അവരങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതല്ല. അവർ മുൻപേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നേ പോകുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പരിപാടിക്ക് അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു പ്രശ്നം ബാധകമായിരുന്നില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ക്യാമറ കിട്ടി, എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. എനിക്ക് ഞാൻ അപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ കഥ എങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഞാൻ കഥ പറഞ്ഞു. അങ്ങനെ ചെയ്യരുതെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അതങ്ങനെ ചെയ്ത് അത് അങ്ങ് നോർമൽസി ആയി മാറി. ഇവൻ ഇങ്ങനെ പറയൂ എന്നായി. അത് സ്വീകരിച്ചു ആളുകൾ. അപ്പോൾ പിന്നെ മറ്റൊരു സാമ്യമില്ലാത്തൊരു സാധനമായിട്ട് ഇത് വേറിട്ട് നിന്നു. അതിൽ തന്നെ ഞാൻ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്, ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസാരത്തിലെ ചില ബോറടികളെ, ചില ക്ലംസി ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കൈ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു അല്ലാതെ അത് ഞാൻ കുറച്ചു. അപ്പോൾ ഇപ്പോൾ ആളുകളെ ബോറടിപ്പിക്കാത്ത, ആളുകൾക്ക് അരോചകമായിട്ട് തോന്നാത്ത കാര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറേയൊക്കെ. ഇത് ഏതൊരു മീഡിയത്തിലും കുറേ കഴിയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അല്ല ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമില്ല അതിനകത്ത്. ഈ എഴുത്തിലെ ഇപ്പോൾ പദവിന്യാസം, നമ്മുടെ വാചകങ്ങളുടെ ക്രമീകരണം, അതാണല്ലോ എഴുത്തിൻ്റെ ഒരു വലിയ സാധ്യത. അപ്പോൾ എഴുതി തുടങ്ങിയിട്ട് പിന്നീട് ദൃശ്യമാധ്യമത്തിലേക്ക് വരുന്നു, മുഖം കാണിക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞ പോലെ ചില ആംഗ്യവിക്ഷേപങ്ങൾ പോലും നമ്മൾ ബോധപൂർവം മാറ്റിത്തിരുത്തുകയാണ്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയകളുടെ ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സാധ്യതകൾ വരുന്ന സമയത്ത് ജേർണലിസം ഒരുപാട് മാറിപ്പോയി. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ എഴുതി കൊടുത്തത് വായിക്കുക, അതാണ് അയാളുടെ ടാലൻറ്റ്. ഇന്നിപ്പോൾ അതല്ല. നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ തന്നെ അത് അവതരിപ്പിക്കുന്നു. അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ കൃത്യമായിട്ടറിയാം. ഈ ഡിജിറ്റൽ മീഡിയ കൊണ്ടുവന്ന അനേകം സാധ്യതകളെ എങ്ങനെയാണ്, ഇപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മുൻപ് ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂസ് പണ്ട് നമുക്ക് വായിച്ചാൽ മതിയായിരുന്നു, പിന്നീട് അത് പെർഫോം ചെയ്യേണ്ട അവസ്ഥയിലോട്ട് മാറി. AR VR സാങ്കേതിക വിദ്യകൾ വന്ന് പെർഫോമൻസ് ആയി. അതുവരെയും ഇപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി വാർത്ത വായിക്കുന്നു, അല്ലെങ്കിൽ ആനയ്ക്ക് പഴം കൊടുക്കുന്നു. ഇങ്ങനെ പലതരം ടെക്നോളജീസ് നമ്മൾ കാണിച്ച ആളുകളെ വിസ്മയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അതൊരു ഗിമ്മിക്ക് മാത്രമായിരുന്നു, വാർത്തയുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ചുമ്മാ ഇടയ്ക്കൂടെ വെറുതെ ഒന്ന് കാണിക്കുന്ന സാധനം മാത്രമായിരുന്നു. പിന്നീട് എന്താ വെച്ചാൽ സ്റ്റുഡിയോകൾ വലിപ്പം കൂടി വന്നു. അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ മാറി വന്നു. സീറോ ഡെൻസിറ്റി, അങ്ങനെ പുതിയ സാധനങ്ങൾ വന്നു. AR VR പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം നല്ല അവതാരകരായിട്ട് ആളുകൾ കാണാൻ തുടങ്ങി. പിന്നെ ഒരു ലൈവ് ഇവൻ്റ് വന്നു കഴിഞ്ഞാൽ അതിന്മേൽ കടിച്ചു തൂങ്ങി നിന്ന് അതിനെപ്പറ്റി പരമാവധി പറയുക, ഭയങ്കര ആവശ്യമില്ലാത്തൊരു എനർജി കൊണ്ടുവരിക, ഭയങ്കരമായിട്ട് ആളുകൾ ഉദ്യോഗത്തിന് മുൾമുനയിൽ നിർത്തുക, ഇതൊക്കെ എന്തോ മിനിമം റിക്വസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള മാധ്യമങ്ങളിൽ. അപ്പോൾ അത് നല്ലപോലെ ചെയ്യുന്നവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് TRP കിട്ടുന്നു. പക്ഷെ അതും സ്റ്റേബിൾ അല്ല എന്നാണ് കഴിഞ്ഞ 2 ആഴ്ചത്തെ 3 ആഴ്ചത്തെ TRP സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ട് കയറി വന്നൊരു ചാനൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. അപ്പോൾ ഇതൊക്കെയും ട്രെൻഡുകളാണ്. വാർത്ത ആളുകൾക്ക് എങ്ങനെയാണോ ആഗ്രഹമുള്ളത് അങ്ങനെ കൊടുത്താൽ മാത്രമേ ആളുകളത് സസ്റ്റൈനബിളായിട്ട് സ്വീകരിക്കൂ. ചിലപ്പോൾ ഒരു ട്രെൻഡ് നമ്മൾ കൊണ്ടുവന്നാൽ ആളുകൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് പിന്നാലെ പോയെന്ന് വരും. പക്ഷെ ട്രൂ ന്യൂസ് മാത്രമേ ആളുകൾ ഫോളോ ചെയ്യൂ. ഇപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളിൽ നിന്ന് മാറി ഡിജിറ്റലിലോട്ട് എത്തിക്കഴിഞ്ഞു. ആളുകൾ പല വീടുകളിലും ന്യൂസ് ചാനൽ കട്ട് ചെയ്ത് കളഞ്ഞു. ന്യൂസ് ചാനൽ എന്നല്ല, കേബിൾ TV കട്ട് ചെയ്തിട്ടുള്ള പല വീടുകളിലും, എൻ്റെ വീട്ടിലടക്കം പല വീട്ടിലും കേബിൾ TV ഇല്ല. അപ്പോൾ കാരണം ഇതിൻ്റെയൊക്കെ യൂട്യൂബ് ഹാൻഡിൽസ് ഉണ്ട്. നമുക്കൊരു 2 മിനിറ്റ് വൈകിട്ടാണെങ്കിൽ ഡിഫേർഡ് ലൈവ് അതിൽ കാണും. നമ്മൾ വെറുതെ പോയിട്ട് ചാനൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവസരമൊക്കെ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ TRPക്കും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാലത്തേക്ക് സാധനം പോകും. കാരണം അത് മെഷർ ചെയ്യാൻ വഴിയില്ലാതെ പോകും. കാരണം ഡിജിറ്റലിലാണ് ഇനി ഇരിക്കാൻ പോകുന്ന ആളുകൾ മൊത്തം. ഈ ഒരു ലാസ്റ്റ് തലമുറ, യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാത്ത, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ലാസ്റ്റ് തലമുറ അവർ മരിച്ചു പോകുന്നതോടെ അടുത്ത തലമുറ ഫുള്ള് സാക്ഷരരാണ്. അവരാരും പോയിട്ട് TV കാണില്ല. ഈ സാറ്റലൈറ്റ് സംവിധാനത്തിൻ്റെ അതിൻ്റെ ഒരു നിലനിൽപ്പ് മൊത്തം മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്ത് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രസക്തി ഇല്ലാതാവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിനെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ പിന്നെയും വരും. നമ്മൾ പണ്ട് പ്രിൻറ്റഡ് മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ദൂരദർശൻ പോലെ മാധ്യമം വന്നു, പിന്നെ സ്വകാര്യ മാധ്യമങ്ങൾ വന്നു, പിന്നെ ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രിൻറ്റഡ് മാധ്യമങ്ങൾ ഇപ്പോൾ അവസാനിക്കുമെന്നാണ്. ഇല്ല, അവരിപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ അവസ്ഥയിലാണ്. കാരണം ഇതിലെ ബോർഡൻ കാരണം കൊണ്ട് പലരും അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, വായനയിലേക്ക്. അപ്പം അങ്ങനെ ഒരു മാധ്യമവും മറ്റൊന്നിനെ തിന്നില്ല. ഇതെല്ലാം കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരസ്പരം ഏതിലാണ് പ്രോമിനൻസ് കൂടുക, ഏതിലാണ് ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നത് മാത്രം മാറും. ഒന്നും കുറ്റിയേറ്റ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പല പത്രങ്ങളും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എന്താ പറയുക,
അവരെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലായി അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ന്യൂസ് വീക്കൊക്കെ പൂട്ടിയല്ലോ, പല സ്ഥാപനങ്ങളും പൂട്ടി. ഇപ്പോൾ ഈ നടി ശ്രീദേവിയുടെ മരണത്തിൽ തുടർന്ന് ചില ചാനലുകളുടെ റിപ്പോർട്ടിങ്ങിൽ ബാത്ത് ടബിലാണ് അവർ മരിക്കുന്നത്, ബാത്ത് ടബിൽ ഇറങ്ങി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ട്രെൻഡിൻ്റെ സെൻസേഷണലിസം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ എങ്ങനെ ആഗ്രഹിക്കുന്നു വാർത്തകൾ അതുപോലെ നമ്മൾ കൊടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് കൃത്യമായൊരു എത്തിക്കൽ വേ ഉണ്ടാവണം, അത് ഫോളോ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ് ആളുകൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി മാധ്യമപ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടേ? അങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന പത്രാധിപന്മാരും അതായത് എഡിറ്റർമാരും അങ്ങനത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻച്വലി ഇതെല്ലാം ഡ്രിവൺ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എക്കോണമി കൊണ്ടാണ്, പൈസ കൊണ്ടാണ്. മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ഡ്രിവൺ ബൈ എന്താ പറയുക കച്ചവട സ്ഥാപനങ്ങളാലാണ്, സ്പോൺസേഴ്സിനാണല്ല. അപ്പോൾ അവരുടെ പ്രിഫറൻസുകളാണ് ഇവൻച്വലി പ്രിവെയിൽ ചെയ്യുള്ളൂ. കാരണം നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടും പണ്ടാർ പറഞ്ഞ പോലെ പഞ്ചസാര എന്ന് കടലാസിൽ എഴുതിയിട്ട് ചായയിലിട്ടാൽ മധുരമുണ്ടാവില്ല, അതിന് പഞ്ചസാര തന്നെ ഇടണം, പൈസയ്ക്ക് പൈസ തന്നെ വേണം. സ്പോൺസർ ഇല്ലാതെ ഏത് സാധനത്തിന് പിടിച്ചേക്കാൻ പറ്റും? അപ്പോൾ ആളുകൾ സ്പോൺസർ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത് എന്താണ്? പരമാവധി ആളുകൾ എവിടെയുണ്ടോ അവിടെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം വരണം എന്നല്ല ആഗ്രഹിക്കുക. അതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തന തത്വം തന്നെയും അല്ലേ? ഒരു സ്പോൺസർ ഇല്ലാതെ ഏതെങ്കിലും പരിപാടിക്ക് നിൽക്കാൻ പറ്റുമോ? നമ്മൾ വലിയ കാര്യം പറയുന്നത് നമുക്ക് ആർക്കും തന്നെ ഒരു സ്ഥാപനം പൈസ ആളുകൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അല്ലാത്തൊരു മാധ്യമം ഇവിടെ ഇല്ലാത്തടത്തോളം കാലം അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പോൾ വല്ലാത്ത ഒരു കഥയിലേക്ക് തന്നെ വരാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൂടുതലും പ്രേക്ഷകർ പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയിലാവട്ടെ കൂടുതലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റൻ്റായി വിവരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ IGTV തന്നെ മാറി വീണ്ടും റീലിലോട്ട് തന്നെ ഒതുങ്ങുന്നു, എല്ലാം റീലിലോട്ട് വരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം റിലീസായാൽ പോലും അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു പോർഷൻ റീലായി വരികയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ്. അങ്ങനെ ഒരു കാലത്ത് അതിൻ്റെ ഒരു വളരെ മൂർധന്യത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ദീർഘമായ വീഡിയോകൾ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമായിട്ടാണ്, അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. അതെങ്ങനെയാണ് ആ ഒരു സാധനത്തിൽ നിൽക്കുന്നത്? അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കണം. അതായത് ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം, KL ബ്രോ എന്ന് പറഞ്ഞ ചാനലുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അവരുടെ ഷോർട്സിന് മാത്രമാണ്, അവരുടെ ലോങ്ങർ വീഡിയോസിന് വ്യൂസ് കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിൻ്റെ സ്വഭാവം സസ്റ്റെയിൻ ചെയ്യുന്നത് ഷോർട്ടർ വീഡിയോസിലാണ്. പക്ഷേ നമ്മുടെ സ്വഭാവം സസ്റ്റെയിൻ ചെയ്യുന്നത് ലോങ്ങർ കണ്ടൻറ്റിലാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ജൂലിയസ് മാനുവൽ എന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളാണ്. അയാളുടെ കഴിഞ്ഞ വീഡിയോ തിമിംഗല വേട്ട എന്നുള്ള വീഡിയോ 3 മണിക്കൂറാണ്. അതിന് 1 മില്യണിലധികം വ്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് ആളുകൾ ആ 1 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്, സീരിയസ് വ്യൂവേഴ്സാണ്. അയാൾ 3 മണിക്കൂറല്ല 4 മണിക്കൂർ ഇട്ടാലും പൂർണ്ണമായിട്ടിരുന്ന് കാണും, കാത്തിരുന്ന് കാണും. അദ്ദേഹം മാസത്തിൽ ഒരു വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അത് ഒറ്റ വീഡിയോ ചാനൽ കൊണ്ടുപോകുന്ന സ്ഥാപനം. എന്നാൽ പോലും അത് കാണാൻ അത്രയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ലോങ്ങർ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്. റീൽസാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾ കാണുന്നത് റീൽസ് ആയിരിക്കാം. പക്ഷേ ഒരു 10 ലക്ഷം പേര് ഈ ലോങ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മതി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ. എൻ്റെ വീഡിയോ 1/2 മണിക്കൂറാണ്, അതൊരു മില്യൺ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ധാരാളമാണ് എനിക്ക്, നമുക്കത് മതി. ആ ഒരു 10 ലക്ഷം പേരെ തയ്യാറാക്കി നിർത്തുക, കൊണ്ടുപോകുക സസ്റ്റെയിൻ വഴി. അതുമാത്രമാണ് നമ്മളൊരു എക്കണോമിക്കൽ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ, അതായത് പൊതുവെ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുക, അങ്ങനെയാണോ? അതല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യേണ്ടി വരുന്നു, ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഇന്ന വിഷയം തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടാവാറുണ്ട്? സ്വാഭാവികമായിട്ടുണ്ട്. നമ്മളിപ്പം ഒരു വിഷയം വന്നാൽ ചിലപ്പം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്ന ഒരു ഗ്യാങ് ബാബ സിദ്ദിഖി എന്ന ഒരാളെ കൊന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ അകത്ത് വേറൊരു വിഷയം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ദില്ലിയിലൊരു അധോലോക കൾച്ചർ എന്നുള്ള വിഷയം, അതിനെക്കുറിച്ച് നമ്മളവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം, അത് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളതിനെ ഗ്രാബ് ചെയ്യും. അല്ലാതെ ഞാൻ ലോറൻസ് ബിഷ്ണോയെ പറ്റി ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ വീഡിയോ ചെയ്യുന്നത്. ആ ലോറൻസ് ബിഷ്ണോ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും. പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ ഗവേഷണമെങ്കിലും മിനിമം വേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണല്ലോ. അപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ജനുവരി 1-ാം തീയതി ആദ്യത്തെ കണ്ടന്റ് വരികയാണ്, തുടർന്ന് എല്ലാ ആഴ്ചയും വരും. അപ്പോൾ ഞാൻ 4 ആഴ്ചത്തെ കണ്ടന്റ് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം എനിക്ക് നാളെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റണം, മുടങ്ങി പോകരുത്. അപ്പോൾ ഈ 4 കണ്ടന്റ് എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റിന് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. കാരണം അതിൻ്റെ ഒരു പ്രാരംഭ ചർച്ചകൾ തുടങ്ങി, നമ്മൾ കുറച്ച് പേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്ത് നമ്മൾ അവരായിട്ട് ചർച്ചയൊക്കെ നടത്തി, നമ്മളൊരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, ഇതൊക്കെ ഷെയർ ചെയ്ത് അതൊക്കെ വെറ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ച്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തി, പിന്നീട് ഈ നമ്മൾ റിട്ടൺ ലാംഗ്വേജിൽ എഴുതിയ സാധനത്തിന് വായിച്ചത് ഒരു വെർബൽ ഭാഷയിലോട്ട് കൊണ്ടുവന്ന് അതിനെ പ്രോംപ്റ്റ് ചെയ്ത് വായിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്.
നമുക്ക് അത്രയും പണിയുണ്ട് അതിനകത്ത്. ആ പണി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 80 മണിക്കൂറിൻ്റെങ്കിലും എൻ്റെ പണിയുണ്ട്. പക്ഷേ ഒരു എനിവേ 50 മണിക്കൂറിൻ്റെ പണിയെങ്കിലും ഉണ്ട്. അപ്പോൾ ആ പണി എടുക്കാനുള്ള സമയം നമുക്ക് വേണം. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നീജർക്ക് വീഡിയോസിന് പോകാറില്ല. അത് അബദ്ധമാണ്. നമ്മുടെ കണ്ടന്റിനെ ഷാലോ ആക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം മൻമോഹൻ സിംഗ് തൊടാത്തത്. അതുകൊണ്ടാണ് ഞാനിപ്പം MT വാസുദേവൻ നായർ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. മേ ബി മൻമോഹൻ സിംഗ് ഞാൻ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് ചിലപ്പോൾ വേറെ അവസരത്തിൽ ചെയ്തെന്നിരിക്കും. അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാവരും സംസാരിക്കുന്ന വിഷയം സംസാരിക്കേണ്ട? അതുകൊണ്ടല്ല, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടണം. എനിക്കതിനെപ്പറ്റി പഠിക്കാൻ സമയം കിട്ടണം. എനിക്കയാളെ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്ന് നോക്കാനുള്ള സമയം കിട്ടണം. അല്ലാതെ ഞാനിപ്പം പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രത്തൻ ടാറ്റയൊക്കെ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതിന് ആ ഷാലോനെസ് കാണും. നമുക്ക് ഒരു ആഴ്ച സമയം കൊടുത്താൽ നമുക്ക് ധ്യാനിക്കാൻ സമയം കിട്ടും. നമ്മളതിൽ കൂടുതൽ ഇൻവെസ്റ്റഡ് ആകും. കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും. അതിൽ നിന്ന് കൂടുതൽ അറിവ് അസിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത്രയും റിഗറസ് ആയ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ചില വിഷയങ്ങളിൽ ചില പ്രത്യേക കോണുകളിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്നു, ശത്രുവായി വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ശത്രുവാണ്. അപ്പോൾ ചില വസ്തുതകൾ പറയുന്നതിൻ്റെ പേരിൽ എല്ലാവരുടെയും ശത്രു ആകുന്നു എന്നുള്ളത് ഞാൻ ഒരു എത്തിക്കൽ ആയിട്ടുള്ളൊരു ജേർണലിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ വഴിയിലാണ് എന്നൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അല്ല, നമ്മൾ ആരുടെ ശത്രു ആയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പണ്ടൊരു ഫേമസ് സേയിങ് ഉണ്ട്. യു ഹവ് നോട്ട് ഡൺ എനിത്തിങ് ഇഫ് യു ആർ നോട്ട് എനിമി ടു എനിവൺ. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ വന്നുകൊണ്ട് തുടക്കത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു വിമർശനം എനിക്ക് കിട്ടുന്നത് ഞാൻ ഉറുദുഖാനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തപ്പോഴാണ്. ഉറുദുഖാൻ ഫാൻസ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നപ്പോഴാണ്. മേ ബി ഞാൻ ഉറുദുഖാനെ നോക്കി വ്യൂ ശരിയാക്കണമെന്നില്ല, ഞാൻ തുർക്കിയെ കണ്ട വ്യൂ ശരിയാക്കണമെന്നില്ല. പിന്നീട് ഞാൻ മലബാർ കലാപം ചെയ്ത സമയത്ത് ശത്രുക്കൾ ഒരുപാട് വന്നു. കശ്മീരി പണ്ഡിറ്റുകൾ എക്സോഡസ് ചെയ്ത സമയത്ത് ഒരുപാട് ശത്രുക്കൾ ഇത് വന്നു. സ്റ്റാലിൻ ചെയ്ത സമയത്ത് വേറൊരു പക്ഷത്തു നിന്ന് ശത്രുക്കൾ വന്നു. വഖഫ് ബോർഡ് ചെയ്തപ്പം വൻ ആക്രമണമായിരുന്നു. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷയങ്ങൾ മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരാളുടെയും സ്ഥിര ശത്രുവല്ല. ഈ ശത്രുത അവർക്ക് മറക്കാനുള്ള സമയം ഞാൻ കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് താല്പര്യമുള്ള വിഷയം ചെയ്യുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും. വീണ്ടും ഇതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം വരുമ്പോൾ വീണ്ടും ശത്രുവാകും. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ആരുടെയും ശത്രുവല്ല. ഇടയ്ക്കിടയ്ക്ക് ശത്രുവാണെങ്കിൽ തിരക്കേടില്ല. കാരണം അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലസിദ്ധിയാണ് കാണിക്കുന്നത് ആക്ച്വലി. ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ശ്രദ്ധിച്ചു, ഒരിക്കൽ പോലും ഈ വല്ലാത്തൊരു കഥയുടെ എഴുത്തിലോ അതിൻ്റെ അവതരണത്തിൻ്റെ സമയത്തോ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തോ ഒന്നും ഒരു വാക്ക് പോലും മാറ്റണം, ഒരു വാക്കെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞ് എവിടെ നിന്നും ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല. അത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരിടത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടുക, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് താല്പര്യങ്ങളുണ്ടാകും, ആരാണ് ഇതിൻ്റെ മേലിലുള്ളത് അവർക്ക് താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ബാധിക്കാത്തൊരിടം ഒരു മാധ്യമപ്രവർത്തകന് കിട്ടുക എന്ന് പറയുന്നൊരു സുഹൃത്താണ്. അങ്ങനെ ഒരു സ്പേസിൽ നിന്ന് ഇറങ്ങി സ്വതന്ത്രമാകുന്നതിൻ്റെ പിന്നിലുള്ളൊരു താല്പര്യം എന്താണ്? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു തത്തയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെ ഒരു എന്താ പറയുക ടർഫിൻ്റെ അകത്തോട്ട് തുറന്നു വിട്ടു. കുറേ വലിയ വിശാലമായ സ്ഥലമാണ്. അതും ഒരർത്ഥത്തിലൊരു അടഞ്ഞുള്ള സ്ഥലമല്ലേ. നിങ്ങൾ ലുലുമാളിൻ്റെ അകത്ത് തുറന്നു വിട്ടു. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ അതിനും നിങ്ങൾക്ക് പോകാവുന്നതിന് പരിധിയുണ്ട് അല്ലേ. നിങ്ങൾ തുറന്ന ആകാശത്തേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുക. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ തലയ്ക്ക് മുതൽ ഒരാളുമില്ല. എനിക്കിപ്പം ഞാനൊരു സ്പോൺസറുടെയും ദിക്തത്തുകളെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനല്ല. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യാം. അത് എൻ്റെ ബോധ്യങ്ങളെ മാത്രമേ ഇപ്പോൾ എനിക്ക് ആശ്രയിക്കേണ്ടതുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ സ്കെയിലിന് മാറ്റമുണ്ട്. എനിക്കിഷ്ടമുള്ള സ്കെയിലിൽ കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ള ഫണ്ട് കണ്ടെത്തിയാൽ മാത്രം മതി. എനിക്കിപ്പോൾ തോന്നുകയാണ് നാളെ ഞാൻ മറ്റേ വത്തിക്കാനിൽ പോയിട്ട് പോപ്പിന് ഇൻ്റർവ്യൂ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കതിനുള്ള ഫണ്ട് കണ്ടെത്തിയാൽ മാത്രം മതി. എനിക്ക് പോകാം. ഞാൻ തീരുമാനിച്ചാൽ മാത്രം മതി. അതെങ്ങനെ വയബിൾ ആക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി. ആ ഒരു സ്വാതന്ത്ര്യം മറ്റേ മാധ്യമത്തിൽ ഇല്ലായിരുന്നു. അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് അവിടെ പ്രിസെറ്റ് അതിർത്തികളുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ അവർ അംഗീകരിച്ചോളണമെന്നില്ല എന്നുള്ള ഭീതി എനിക്കുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ആ കംഫർട്ട് സോണിൻ്റെ അകത്ത് നിന്നുകൊണ്ടായിരിക്കും. അതുമാത്രമല്ല, ഒരു ജോലിയിൽ 3 വർഷത്തിലധികമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥലം ഏതൊരു സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചെന്നോ എനിക്കറിയില്ല, നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്ഥലത്ത് പുതിയതായിട്ട് ജോലി കിട്ടിയിട്ട് നിങ്ങൾ ആ ബിൽഡിങ്ങിലോട്ട് കടന്ന് ചെല്ലുക എന്നൊരു സമയം നിങ്ങൾ ആലോചിക്കുക. കൗണ്ടറിലിരിക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ക്യൂബിക്കിളിൽ അവിടെ അപ്പുറത്തിരിക്കുന്ന ആളറിയില്ല, അപ്പുറത്തിരിക്കുന്ന ആളറിയില്ല, നിങ്ങൾക്ക് ആരെയും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം സ്ഥലമായി. അതെങ്ങനെ മാറുന്നത്? ആ ബിൽഡിങ്ങിനൊരു മാറ്റവുമില്ല. ആളുകൾ നമ്മുടെ അടുത്ത് ഇടപഴകുന്നതിൽ മാറുന്നു. കുറേ കഴിയുമ്പോൾ കംഫർട്ട് സോണായിട്ട് മാറുന്നു. ഭയങ്കര കംഫർട്ടാവും നമ്മൾക്കവിടെ. നമ്മളവിടെ ഇരുന്ന് ഉറങ്ങുക പോലും ചെയ്യും ചിലപ്പോൾ. ആ കംഫർട്ട് സോൺ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടാത്തിടത്തോളം കാലം, നമുക്ക് പുതിയ ഹൊറൈസൺസ് അന്വേഷിക്കാൻ തോന്നാത്തിടത്തോളം കാലം നമ്മൾ ക്രിയേറ്റിവിറ്റി കുറഞ്ഞ് സ്റ്റാഗ്നേഷനിലേക്ക് പോകും. അത് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ അടുത്ത ചലഞ്ചിങ് ഗോളിലോട്ട് മാറണം. കൃത്യമായ ശമ്പളം കിട്ടുന്ന, ഒരാൾ ഉപദ്രവിക്കാൻ വരാത്ത, ഒരാളും ഒന്നും പറയാത്തൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളത്. അവസാനം ഈ മാസം അവസാനം വരില്ല, കാരണം ഞാൻ ജോലി ആദ്യം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട പൈസ എങ്ങനെ, അതൊക്കെ ആലോചിക്കണം. അതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും എനിക്ക് ചെയ്യാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നു, ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നു, ഒരുപാട് പുതിയ അഡ്വഞ്ചറുകൾ വന്നു. അതൊക്കെ രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്നൊരു ഹൈ ഉണ്ട്, ഒരു അഡ്രിനാലിൻ രക്ഷ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അത് എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം എന്ന് പറയും. അത് ചെയ്താൽ, അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന സാധനം. ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ട്രെയിലർ ആൾക്കാരെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ ആൾക്കാർ കാത്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ, അത് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൂടെ പറയുമ്പോൾ അത് നമുക്ക് വലിയ അഡ്രിനാലിൻ രക്ഷ തരുന്ന സാധനമാണ്. അതുപോലെ പുതിയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു ഹൈ കിട്ടും. ഈ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ സർഗാത്മകത മുരടിക്കുന്നു എന്ന് പറയുന്നത് ഒരു ശ്രദ്ധേയമായൊരു സംഗതിയായി മനസ്സിലാക്കിയാണ്. അവസാനമായൊരു കാര്യം കൂടി ചോദിക്കുന്നു. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന മാനവവിഭവശേഷി നമ്മുടെ കയ്യിലാണ്. പക്ഷേ തൊഴിലില്ലായ്മ വലിയ പ്രശ്നങ്ങളുണ്ടാകും. തൊഴിൽ രഹിതരായ ആളുകൾ, പ്രത്യേകിച്ച് വർഗീയ ധ്രുവീകരണത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന വ്യാജ വ്യവഹാരങ്ങളെ, വ്യാജ വാർത്തകളെ അതിൻ്റെയൊക്കെ പ്രചാരകരായി മാറുന്നു എന്നുള്ളൊരു വലിയ പ്രതിസന്ധി നേരിടുന്നൊരു കാലത്ത് സ്വതന്ത്രമായൊരു മാധ്യമ സംരംഭമായി മുന്നോട്ട് പോകുന്നു. ഇനിയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഡെമോഗ്രഫിയിലേക്ക് കടന്നു ചെല്ലണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി മനസ്സിലുണ്ടോ? ഉണ്ട്. ആഫ്റ്റർ മീ ഡിലീഷൻ എന്നുള്ളതല്ല എൻ്റെ ആശയം. ഞാനിപ്പം മോണിറ്റൈസ് ചെയ്ത് തുടങ്ങി. എനിക്ക് പൈസ കാണാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്തൊരു ഒന്നാം തീയതി ആദ്യത്തെ എപ്പിസോഡ് പോകും. ഞാൻ വിചാരിക്കുന്നു 2 മാസത്തിനകത്ത് നല്ല ബ്രേക്ക് ഈവനാവും, പൈസ എല്ലാം കിട്ടും, നമ്മൾ സസ്റ്റൈനബിൾ ആവും. ഞാനിപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരന് ജോലി കൊടുത്തു കഴിഞ്ഞു. എനിക്കൊരു ഇൻറ്റേർണൽ ഞാൻ നിയമിച്ചു കഴിഞ്ഞു, പെയ്ഡ് പൊസിഷൻ. പുള്ളി പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയ ജേർണലിസം കഴിഞ്ഞ് PG കഴിഞ്ഞ് വന്ന ആളാണ്. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നോക്കുമ്പോൾ അവൻ പലതും അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കറിയുന്ന പലതും അവൻ അറിഞ്ഞൂടാ, പക്ഷെ അവന് പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്ന എക്സ്പോഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൺസീവിങ് സ്റ്റേജ് തൊട്ട്, എഴുതുന്ന സ്റ്റേജ് തൊട്ടിട്ട് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ സെല്ലിങ്, അതിൻ്റെ SEO, അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ, എല്ലാത്തിലുള്ള എക്സ്പോഷറാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പോഷർ കൊടുത്ത് ഒരു തലമുറയെ വാർത്തെടുത്ത് കൊണ്ടുവരണമെന്നും, അവരൊക്കെ പുതിയ ചാനലുകൾ തുടങ്ങണമെന്നും, അവരെല്ലാം കൂടെ സത്യം സ്പ്രെഡ് ചെയ്യണമെന്നും, അവരെല്ലാം കൂടെ വിജ്ഞാനം സ്പ്രെഡ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റം. എനിക്കറിയാം ഈ പയ്യൻ ചിലപ്പം ഞാൻ കൊടുക്കുന്ന അത്ര വലുതല്ലാത്ത ശമ്പളത്തിൽ 1 വർഷമോ 2 വർഷമോ കൂടെ ജോലിയാണ്. പക്ഷേ ഇവ അവിടെ നിന്ന് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച പുതിയൊരാളായിട്ടാണ്. അവൻ വേറെ ആളെ കൊണ്ടുവരുന്നു, ട്രെയിൻ ചെയ്യുന്നു, അങ്ങനെ ചിലപ്പോൾ ഒന്നിലധികം പോസ്റ്റുകളിൽ നമ്മൾ ആളെ വെക്കുന്നു. അപ്പം നമ്മളൊരു പുതിയ തലമുറയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് ശേഷം പ്രളയം എന്നുള്ളതല്ല നമ്മുടെ ധാരണ. എനിക്ക് പ്രൊട്ടീജ് ഉണ്ടാവണമെന്നും, പുതിയ നെക്സ്റ്റ് ജനറേഷൻ ആളുകൾ ഉണ്ടാവണമെന്നും, വേറെ പ്രോഗ്രാംസ് ഉണ്ടാവണമെന്നും, അതൊക്കെ ജനങ്ങൾ കാണണമെന്നും. ഈ പയ്യന് പഠിക്കാൻ കിട്ടുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു പോപ്പുലർ കണ്ടന്റ് ഉണ്ടാവുന്നത്, അതിന് പിന്നെ നടക്കുന്ന പണികൾ എന്തൊക്കെയാണ്, അധ്വാനം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരവസരമാണ്. ഞാനിങ്ങനെ ഒരു ഇൻറ്റേൺ ആവശ്യമുണ്ടെന്ന് പരസ്യമിട്ടപ്പോൾ എനിക്ക് ഏകദേശം 1000-ഓളം റെസ്യൂം വന്നു. അതിന് ഞാൻ ഒരാളെയാണ് എടുത്തത്. അപ്പോൾ ആലോചിച്ചോക്കണം, 999 ആളുകൾ വിവരമുള്ള, ഇതേപോലെ PhD PG ഒക്കെ കഴിഞ്ഞ ആളുകൾ ജോലിയില്ലാതെ നടക്കുന്നുണ്ട് ഇവിടെ. അവർക്ക് ജോലി കൊടുക്കാൻ, അവരെ ഒന്ന് കൊണ്ടുപോകാൻ, അവരെ ചാനലൈസ് ചെയ്യാൻ, അവരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയി ഒരു വിസ്ഡം ഉണ്ടാക്കാൻ, ഒരു വിജ്ഞാനം പ്രചരിപ്പിക്കാൻ ഇവിടെ നേതൃത്വങ്ങളില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ഒരാൾക്ക് ശമ്പളം കൊടുക്കുക, അതിനെ പറ്റിയിട്ടല്ല ചെയ്യുന്നു. അതുപോലെ മറ്റുള്ളവർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഈ പ്രശ്നം വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുക, ഇത് വിജയിക്കുക എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള പാതയിൽ പോയാൽ ചിലപ്പോൾ നടക്കില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡലാണ്. മലയാളത്തിൻ്റെ രവീഷ് കുമാർ ആകട്ടെ, മലയാളത്തിൻ്റെ ധ്രുവ് റെഡ്ഡി ആകട്ടെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമില്ല. മലയാളത്തിൻ്റെ ബാബു രാമചന്ദ്രൻ തന്നെയായി നിൽക്കാനുള്ളൊരു വിലാസം ഇത്രയും കാലത്തിനിടയ്ക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ യൂട്യൂബ് സംരംഭത്തിനടക്കം ഇനിയുള്ള മാധ്യമ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.